കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ ദിവസവും പുതിയ പുതിയ ഏടാകൂടത്തിൽ ചെന്ന് ചാടുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആകെക്കൂടെ ആശയക്കുഴപ്പത്തിലാകുന്ന ചില നീക്കങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു നേതാവും ഒരു ഭരണ പ്രശസ്തനായ ഭരണ പ്രാഗൽഭ്യമുള്ള അഴിമതി തീണ്ടാത്ത ഒരു മന്ത്രിയുമായിരുന്ന ബഹുമാന്യനായ ശ്രീ ജി സുധാകരന്റെ വെളിപ്പെടുത്തലുകൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വ ഗുണങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ സംബന്ധിച്ചും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന പദവികളെ സംബന്ധിച്ചുമൊന്നും ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. സത്യസന്ധനായ ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗം, അദ്ദേഹം തുടക്കം മുതൽ ആ പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നയാൾ, വിദ്യാർത്ഥി ജീവിതം മുതൽ അദ്ദേഹം പാർട്ടിയുമായി SFI മുതൽ പ്രവർത്തിച്ച ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പരക്കെ ഒരു അംഗീകാരമുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ അദ്ദേഹത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന് അർഹിക്കുന്ന യാതൊരു പരിഗണനയും ഇല്ലാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവഗണിച്ചിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഉറച്ച ജില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെ ആലപ്പുഴ ജില്ല ചരിത്ര പ്രാധാന്യമുള്ളതാണ്. പുന്നപ്ര വയലാർ സമരം തുടങ്ങിയതായിട്ടുള്ള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളുടെ പരിസരമാണ് ആലപ്പുഴ ജില്ലയ്ക്കുള്ളത്. അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ പറഞ്ഞാൽ കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞാലും അതിലൊട്ടും അതിശയോക്തിയില്ല. ശ്രീമാൻ TV തോമസ് ഒക്കെ ആലപ്പുഴ ജില്ലയെ പ്രതിനിധീകരിച്ച് അതിന്റെ തൊട്ടടുത്ത് നിന്ന് ശ്രീമതി KR ഗൗരിയമ്മ തുടങ്ങിയതായിട്ടുള്ള ആളുകൾ ഒക്കെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് CPIയിലും ഒക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. എന്നാൽ ശ്രീ ജി സുധാകരനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഭരണപരമായിട്ടുള്ള പ്രാഗൽഭ്യം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന പദവി ഉണ്ടായിട്ടും ഒക്കെ അദ്ദേഹത്തെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാർട്ടി ബോധപൂർവം അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികമായി 75 വയസ്സിന് മുകളിലുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തണം എന്ന പാർട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ മറ ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീ ജി സുധാകരനെയും അതുപോലെ പാലക്കാട് ജില്ലയിലെ ശ്രീ AK ബാലനെയും ഒക്കെ മാറ്റി നിർത്തിയത്. അവിടെയും കാരണഭൂതനും കപ്പിത്താനും ഒക്കെ ഇളവ് കൊടുത്താണ് 81 വയസ്സിലും മുഖ്യമന്ത്രിയായിരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ ശ്രീ ജി സുധാകരൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വെളിപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ആത്മരോദനം എന്ന് പറയുന്ന രീതിയിൽ വ്യാഖ്യാനിക്കാവുന്നത് പുതുതായി ആലപ്പുഴ ജില്ലയിൽ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്ന പല ആളുകളും ബോധപൂർവം അദ്ദേഹത്തെ അവഗണിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും നല്ല ഒരളവ് വരെ അദ്ദേഹത്തെ അവഗണിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അല്പം ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 5 വർഷമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴ ജില്ലയിൽ നടത്തുന്ന ഒരു സമ്മേളനത്തിനും അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ക്ഷണിക്കാൻ പോലും പാർട്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും അത് വളരെ മനസ്സ് വേദനിപ്പിക്കുന്ന സംഗതിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തെ പോലെ ഒരാളിനെ ഒരു കാരണവശാലും 2ാം നിരയിലേക്കോ 3ാം നിരയിലേക്കോ തള്ളി മാറ്റുന്നത് ഒരിക്കലും ധാർമ്മികമായും ശരിയല്ല. എന്നാൽ ആലപ്പുഴയിൽ പുതിയതായി ഉദയം ചെയ്തതായിട്ടുള്ള ശ്രീ സജി ചെറിയാനെ പോലുള്ള ആളുകൾ, അതുപോലെ അവിടുത്തെ MLA ആയിരിക്കുന്ന H സലാം എന്ന് പറയുന്ന അദ്ദേഹം, അതുപോലെ അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ M നാസർ തുടങ്ങിയ ആളുകളൊക്കെ ഇപ്പോൾ പാർട്ടിയെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ എന്ന് പോലും ആക്ഷേപം വരുന്നുണ്ട്. ഈ 3 നേതാക്കന്മാരുമാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയെ നിയന്ത്രിച്ച് ഭരിക്കാനായി ശ്രമിക്കുന്നത്. അവിടെയൊന്നും ശ്രീമാൻ ജി സുധാകരന് അർഹപ്പെട്ട യാതൊരു സ്ഥാനവും അംഗീകാരവും ഇവർ ബോധപൂർവം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. അത് മാത്രവുമല്ല, ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും നിരന്തരമായി അധിക്ഷേപിക്കുന്ന സൈബർ പോരാളികൾ കുറെ നാളുകളായി അരങ്ങ് നിറഞ്ഞ് ആടുകയാണ്. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഈ സൈബർ പോരാളികളൊന്നും എതിർപക്ഷത്തുള്ളവരല്ല, നേരെ മറിച്ച് CPMൽ തന്നെ ഉള്ള ആളുകളാണ് ഈ സൈബർ പോരാളികളായ വേഷമിട്ടുകൊണ്ട് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും
വളരെയേറെ വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ആക്ഷേപം വളരെ ഗൗരവമായി പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈബർ പോരാളികളെ ഉപയോഗിച്ചും ഭീരുത്വമുള്ളം കൊണ്ടാണല്ലോ ഈ മറവിൽ നിന്നുകൊണ്ട് ആക്രമിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ പേര് പറഞ്ഞ് മുന്നോട്ട് വന്ന് ആക്രമിക്കാൻ, പ്രത്യയശാസ്ത്രപരമായി ആക്രമിക്കാൻ, അല്ലെങ്കിൽ നിലപാട് തിരുത്തണമെന്ന് പറയാനുള്ള ആർജവം കാട്ടേണ്ടവർ ഈ കള്ള സൈബർ പോരാളികളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെയും കുടുംബത്തെയും ആക്ഷേപിക്കുന്നു എന്ന് പറയുന്നത് ഏത് പാർട്ടിയിലായാലും അംഗീകരിച്ചു കൊടുക്കാവുന്ന ഒരു സംഗതി അല്ല. അദ്ദേഹം പച്ചയായി പറയുന്നുണ്ട്, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ്, എനിക്ക് അഭിപ്രായമുണ്ട്, എനിക്ക് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വാസമുണ്ട്. എന്നെ ഇപ്പോൾ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന ഈ പുതുതലമുറ നേതാക്കന്മാർ ആലപ്പുഴ ജില്ലയിൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല, ആ തരത്തിൽ യാതൊരു പാരമ്പര്യവുമില്ല, പ്രത്യയശാസ്ത്രപരമായ മേൽക്കോയ്മയില്ല, സീനിയോറിറ്റി ഇല്ല എന്നൊക്കെ അദ്ദേഹം പച്ചയായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് എച്ച് സലാം MLA സംബന്ധിച്ചും അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന നാസറിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ആക്ഷേപം. അവരൊക്കെ ഈ ജി സുധാകരനെ ഗുണദോഷിക്കുകയാണ്. അത് പാർട്ടിയോട് ചേർന്ന് നിൽക്കണം, പാർട്ടിയിൽ കുറെ കൂടെ അച്ചടക്കം പാലിക്കണമെന്നൊക്കെ സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ ഈ ജി സുധാകരനെ ഉപദേശിക്കാനായി തുടങ്ങുമ്പോൾ കാണുന്നവർക്ക് പരിഹാസമാണ് ഉണ്ടാവുക. ഈ പറയുന്ന ഉപദേശകരെ സംബന്ധിച്ചിടത്തോളം സജി ചെറിയാൻ എവിടെ നിൽക്കുന്നു, ജി സുധാകരൻ എവിടെ നിൽക്കുന്നു? സജി ചെറിയാനൊക്കെ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായി SFIയുടെ പ്രതിനിധിയായി പങ്കെടുക്കുമ്പോൾ SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയി പ്രവർത്തിച്ച ആളാണ് ശ്രീ ജി സുധാകരൻ. അതുപോലെ DYFIയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ജി സുധാകരൻ. അന്നൊന്നും ഈ സജി ചെറിയാനെ കുറിച്ച് ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതുപോലെ എച്ച് സലാം, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി നാസർ, അവരൊക്കെ വളരെ പിന്തിരയിലായിരുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ വേഷം കെട്ടി പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ, മന്ത്രിയുടെ കാറും കുടിവെച്ച കാറും ഒക്കെ കിട്ടിയപ്പോൾ വിലയും മറന്നുകൊണ്ട് പുതിയ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ, സുധാകരനെ പോലെയുള്ളവരെ അധിക്ഷേപിക്കാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഒരു വലിയ വിധി വൈപരീത്യമാണ്. അതൊരിക്കലും സുധാകരന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം തുറന്നടിച്ചു പറയുന്നത്, ഇനിയും ഞാൻ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സംസ്ഥാനത്താകെ പോയി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും പ്രചരണത്തിന് തയ്യാറാകുന്നില്ല. ഞാൻ എൻ്റെ കൊച്ചു ഗ്രാമത്തിൽ അല്ലെങ്കിൽ കൊച്ചു ബ്രാഞ്ചിൽ ഒതുങ്ങി നിന്നുകൊണ്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ഇന്നും ആർജവത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ നമ്മൾ ആദരിക്കണം, പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ നമ്മൾ ആദരിക്കണം. അദ്ദേഹത്തെ ഈ തരത്തിൽ ചവിട്ടി താഴ്ത്താനായി ശ്രമിക്കുന്ന ആളുകളുടെ ശുംഭത്തരം അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. പാർട്ടിയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ധാരാളം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല സംസ്കാരമുള്ള, നല്ല പാണ്ഡിത്യമുള്ള, നന്നായി പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന കാര്യത്തിലൊന്നും അദ്ദേഹത്തെ കുറിച്ച് രണ്ടഭിപ്രായം ആർക്കുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ ആക്ഷേപിക്കാൻ ഈ പുതുതലമുറ സജി ചെറിയാനെ പോലെയുള്ള ആളുകൾ ഉപദേശകരായി ഒക്കെ രംഗത്ത് വരുന്നത് അവർ സ്വയം അപഹാസ്യരാകുകയുള്ളൂ എന്നതാണ് പരമമായിട്ടുള്ള യാഥാർത്ഥ്യം. അത് തിരിച്ചറിയാനുള്ള ഒരു മനസ്സെങ്കിലും ഇവർക്കുണ്ടായെങ്കിൽ നന്നായി. കൂട്ടത്തിലാണ് താത്വികാചാര്യനായി ഇപ്പോൾ മൂലക്കിരിക്കുന്ന ശ്രീ AK ബാലൻ രംഗത്ത് വന്ന ജി സുധാകരനെ വിമർശിക്കാനായി തുടങ്ങി. അദ്ദേഹം ഫേസ്ബുക്കിലൂടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുധാകരൻ ഇപ്പോഴും SFIക്കാരന്റെ മനസ്സായിട്ടേ ഉള്ളൂ, പാകത വന്നിട്ടില്ല, മാറിയിട്ടില്ല എന്നൊക്കെയാണ് താത്വികാചാര്യനായ ബുദ്ധിജീവിയായിട്ടുള്ള ശ്രീ AK ബാലന്റെ കണ്ടുപിടുത്തം. AK ബാലന്റെ ബുദ്ധി വൈഭവത്തെ സംബന്ധിച്ചും അദ്ദേഹം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തങ്ങളിൽ എത്ര ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊന്നും കേരളത്തിലെ ആളുകളോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. AK ബാലനൊക്കെ എന്ത് യോഗ്യതയാണ് ശ്രീ ജി സുധാകരനെ വിമർശിക്കാൻ? അദ്ദേഹം AK ബാലൻ വിമർശിച്ചതാണ് ഇപ്പൊ പാലക്കാട്ടൊരു മൂലയിലായി ബ്രാഞ്ചിലൊക്കെ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹവും 75 വയസ്സെന്നുള്ള ആ ഒരു വാളിന്റെ വെട്ടേറ്റ് കിടക്കുകയാണ്. ആ തരത്തിൽ അദ്ദേഹം ജൽപ്പനങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. ജി സുധാകരനെ ഒക്കെ ഗുണദോഷിക്കുകയാണ്. സജി ചെറിയാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറം കടത്തിയാണ് പറയുന്നത്. മാനസികമായി ശ്രീ ജി സുധാകരൻ കുറെ കൂടെയൊക്കെ പക്വത കാട്ടേണ്ടിയിരിക്കുന്നു. SFI മനസ്സിൽ നിന്ന് മാറണം. AK ബാലനാകട്ടെ പറയുന്നു, ഞാൻ മാറിയിരിക്കുന്നു, എന്തുകൊണ്ട് സുധാകരൻ മാറുന്നില്ല? സുധാകരൻ ശക്തമായി തിരിച്ചടിച്ചു. AK ബാലൻ മാറിയെന്ന് വിചാരിച്ച് ജി സുധാകരൻ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പണ്ടും അന്നും പാർട്ടിയോട് പ്രതിബദ്ധതയോട് നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് എന്നെ മാറ്റം പഠിപ്പിക്കാനൊന്നും വരേണ്ട എന്ന് അദ്ദേഹം പച്ചയായ ഭാഷയിൽ
AK ബാലന് മറുപടി കൊടുത്തിട്ടുണ്ട്, സജി ചെറിയാന് മറുപടി കൊടുത്തിട്ടുണ്ട്, ആലപ്പുഴയിലെ ജില്ലാ നേതാക്കന്മാർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്, സൈബർ പോരാളികൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശ്രീ ജി സുധാകരനെ മനോവീര്യം കെടുത്താനായി ഇപ്പോഴത്തെ സൈബർ പോരാളികൾക്ക് സാധിക്കുകയില്ല. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് പാർട്ടി ഇപ്പോൾ സജീവമായി ഇദ്ദേഹത്തെ സമരസപ്പെടുത്താനായി ശ്രമം തുടങ്ങിയിരിക്കുന്നു. ശ്രീമതി CS സുജാത MPയെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരെയും ഒക്കെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി നാസറിനെയും ഒക്കെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അയച്ച് ഒരു സമവായത്തിൽ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തിക്കാനായി നീക്കം തുടങ്ങിയെന്ന് ഒടുവിൽ കിട്ടിയ വാർത്ത വരുന്നു. ശ്രീമതി CS സുജാതയും അതുപോലെ തന്നെ പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസറും ശ്രീ ജി സുധാകരന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ സ്വാന്തനപ്പെടുത്താനായി ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. എന്തായാലും ജി സുധാകരന്റെ തുറന്നു പറച്ചിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പൊതുവെയും ആലപ്പുഴ ജില്ലയിൽ പ്രത്യേകിച്ചും അസ്വസ്ഥതകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. അതിന്റെ പരിഹാര ക്രിയയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. പലയിടത്തു നിന്നായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ പ്രഹരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല വിവാദം, അതുപോലെ തന്നെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, ജില്ലാ തലത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പാർട്ടിയെ വല്ലാതെ അലട്ടുന്നുണ്ട്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2026 ആദ്യം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതിന്റെ തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്ന രീതിയിൽ കടുത്ത ഭയത്തിലും ഭീതിയിലുമാണ് ഇന്ന് കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതാണ് വസ്തുത.